ഹലോ, ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു തായ് റെസ്റ്റോറൻറ്റിലേക്കാണ്. ഞാനും പിന്നെ എൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഒരു ചേച്ചിയായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയത്. ചേച്ചി എന്ന് പറയുന്നത് മുന്നേ ഞാൻ ഉണ്ടായിരുന്ന വീട്ടിലെ എൻ്റെ ഹൗസ് മേറ്റ് ആയിരുന്നു. അപ്പൊ അതിനുശേഷം ഞങ്ങൾ വീട് മാറിയതിനു ശേഷം ഞങ്ങൾ ഇങ്ങനെ കണ്ടുമുട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഏതെങ്കിലുമൊക്കെ റെസ്റ്റോറൻറ്റ്സിൽ നിന്നാണ്. ചേച്ചിയായിരിക്കും മിക്കപ്പോഴും സ്പോട്ട് കണ്ടുപിടിച്ച് തരാറ്. ഇത് കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലമായിരുന്നു, എന്നാലും നമ്മൾ കണ്ടുപിടിച്ച് അവിടെ എത്തി. പിന്നെ ഞങ്ങൾ രണ്ടാൾക്കും ഈ തായ് ഫുഡ് ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് തായ് ഫുഡ് തന്നെ ചൂസ് ചെയ്തത്. ഇവിടെ ഓർഡർ ഒക്കെ സെൽഫായിട്ട് തന്നെയാണ് ചെയ്യാനുള്ളത്. ഇന്ന് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഗ്രീൻ കറി ആണ്. ഗ്രീൻ കറി വിത്ത് ബീഫാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. നോർമലി നമ്മൾ തായ് റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതുപോലെ ഗ്രീൻ കറി വിത്ത് ബീഫ് കിട്ടാറില്ല. ചിക്കനിലാണ് നമ്മൾ കണ്ടിരിക്കുന്നത് കൂടുതലും. അപ്പോൾ ഇത് ബീഫ് നമ്മൾ ഇതുവരെ കാണാത്തതുകൊണ്ട് തന്നെ ബീഫിന്റെ ഗ്രീൻ കറി എടുത്തു. ഗ്രീൻ കറി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ്. പിന്നെ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് റെഡ് കറിയാണ്. അത് വിത്ത് ഫിഷ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഡ്രിങ്ക് ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്തിരുന്നത് ഗ്രീൻ തായ് മിൽക്ക് ടീ ആണ്. അതെന്ന് പറയുന്നത് തായ് ഫുഡിലെ ഒരു മെയിൻ ഐറ്റം ആണ് ഈ ഗ്രീൻ മിൽക്ക് ടീ എന്ന് പറയുന്നത്. തായ് ഫുഡ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആണ്. ഈ കറികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്ന കറികളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിൽ എന്തെങ്കിലും കറികൾ കഴിക്കുന്ന പോലെ ഒരു ഫീല് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഫുഡ് ഇഷ്ടപ്പെടുന്നത്. നല്ല ഫുഡായിരുന്നു. ഗ്രീൻ കറി ആണെങ്കിലും റെഡ് കറി ആണെങ്കിലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു രണ്ടും തന്നെ. റെഡ് കറി ആണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ഫിഷ് അധികം കഴിക്കുന്ന ആളല്ല, ഫിഷിന് എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു വ്യക്തിയല്ല. പക്ഷെ അതിലെ ഫിഷ് എന്ത് ഫിഷാന്ന് അറിയത്തില്ല, അത് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന രീതി നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഡെസേർട്ട് കഴിക്കുന്ന നിർബന്ധമാണല്ലോ. അതിനുവേണ്ടി നമ്മൾ ഇന്ന് ട്രൈ ചെയ്തത് റെഡ് റൂബീൻ കോക്കനട്ട് മിൽക്കാണ്. കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു അത്. പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്ക് എന്തായിരുന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ആ ടേസ്റ്റ് അങ്ങോട്ട് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഈ ഒരു നമ്മുടെ ടെൻഡർ കോക്കനട്ടിന്റെ ഒക്കെ ഫീലാണ് കിട്ടിയത്. അത് ശരിക്കും ചെസ്നട്ട് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഡിഷാണ്. അത് പിന്നെ കോക്കനട്ട് മിൽക്കിലാണ് ഇത് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഓവർ മധുരം ഒന്നും ഇല്ലാത്തൊരു സിമ്പിൾ ഡിഷായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറെ സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഹാപ്പി ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി.